ഒരു പുതിയ കോളേജിലേക്കുള്ള അഡ്മിഷൻ നോക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മളൊരു പുതിയൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് അവിടുത്തെ ആ കോളേജിൻ്റെ അക്കാദമിക് ക്വാളിറ്റി, അതായത് ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന അക്കാദമിക് ക്വാളിറ്റിയാണ്. ചില ക്യാമ്പസുകൾ എന്ന് പറയുന്നത് കേവലം കൾച്ചറൽ പ്രോഗ്രാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും വളരെ പുവറായിട്ടുള്ള അക്കാദമിക് പെർഫോമൻസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും അവിടുത്തെ അക്കാദമിക് ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് അവിടുത്തെ അക്രഡിറ്റേഷനാണ്. നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന് ഒരു അംഗീകാരം നമ്മൾ പരിശോധിച്ച് നോക്കണം. ചിലപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ഉണ്ടായിരിക്കാം, നല്ല മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായേക്കാം, പക്ഷേ യഥാർത്ഥ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേടുന്ന ഫീസായിരുന്നാലും നമ്മളുടെ വർഷങ്ങളായിരുന്നാലും നമ്മുടെ എഫേർട്ടായിരുന്നാലും എല്ലാം നമുക്ക് നഷ്ടമായി തീരുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് അക്രഡിറ്റേഷനാണ്. മൂന്നാമത് അവിടുത്തെ ഫാക്കൽറ്റി പ്രൊഫൈൽ പരിശോധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ചില കോളേജുകളിൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ ഹൈ പെർഫോമൻസ് നടത്തുന്നുണ്ടാകും. ആ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ചില ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വീക്കായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. അഞ്ചാമത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമാണ്. ചിലപ്പോൾ അക്കാദമിക സൗകര്യങ്ങളോടൊപ്പം തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ, മറ്റു ഫെസിലിറ്റീസ് കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ആറാമത്തത് ഒരു ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒന്നാണ് റിസർച്ച്, ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ. ഇതിനൊക്കെ കൃത്യമായ സപ്പോർട്ടും അതിന് വേണ്ട പിന്തുണയും ആ ക്യാമ്പസ് നൽകുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഫീസ്. എല്ലാ സൗകര്യങ്ങളും ഒത്തുവരികയും ഫീസ് കൂടി വന്നു കഴിഞ്ഞാൽ വലിയ ഉത്തരവാദിത്തം, വലിയൊരു ബാധ്യത വിദ്യാർത്ഥികളെ കടന്നു വരും. അപ്രോപ്രിയേറ്റ് ആയ നമ്മൾ നൽകുന്ന ഫീസിന് ഒത്തിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആ സ്ഥാപനത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോൾ അക്കാദമിക രംഗത്തോടൊപ്പം തന്നെ ഒരു ക്യാമ്പസ് വൈബും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം കൂടി, ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടൊരു ക്യാമ്പസിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഫ്യൂച്ചറിലേക്ക് നമുക്കത് ഉപകാരപ്പെടുക. താങ്ക് യു.